ഹായ് ഓൾ, മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരു 10-15 ക്വസ്റ്റ്യൻ പേപ്പറോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ മൈൻഡിൽ സെറ്റാക്കി വെക്കുക. ഓപ്ഷനിൽ നിന്നും ഉത്തരം ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അതിലൂടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്, തെറ്റാണ്. ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്, തെറ്റാണ്. ബീഹാറിൽ ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്, ശരിയാണ്. ബറോലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്, അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഇവിടെ ഓപ്ഷൻ 1, 2 ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അതായത് തിരുവിതാംകൂറിൽ അടിമത്ത നിരോധനം നടന്നത് എന്നാണ്? 1812 അത് ശരിയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837 അത് തെറ്റാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സ്ഥാപിതമാകുന്നത് 1866 കേട്ടോ. ഇനി എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ രൂപീകരണം 1875 അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ രൂപീകരണം എന്നാണ്? 1866 ഇത് സ്ഥാപിതമാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1 ശരി. യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കു സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി, അതും ശരിയാണ്. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തുങ് ആണ്, ശരിയാണ്. മാവോ സേ തുങ്ങിന് ശേഷം ഹുവാ ഗുവോ ഫെങ് ചൈനയിൽ അധികാരത്തിൽ വന്നു, തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഡി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 1851 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം, തെറ്റ്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു, ശരി. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്, ശരിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്, ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, നാഗ്പൂർ സമ്മേളനം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡിയാണ് ഈ ചോദിച്ചിരിക്കുന്നത്. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, അത് ശരിയാണ്. ഇത് INC സമ്മേളനങ്ങളും അവിടുത്തെ പ്രമേയങ്ങളും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ്, തെറ്റാണ് അല്ലേ? ലാഹോർ സമ്മേളനത്തിലാണ്. ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, അതും അപ്പോൾ തെറ്റാണ്. സൂററ്റ് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിഭജനം, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് 1, 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഭൂഗർഭ ജലമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം. ഓപ്ഷൻ ഡി കാനഡയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡ. അടുത്ത ക്വസ്റ്റ്യൻ, കടുപ്പം കുറഞ്ഞ ധാതുവാണ് ടാൽക്ക്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴയാണ്? ഓപ്ഷൻ എ ആണ് സംവഹന വൃഷ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴയാണ്? ഓപ്ഷൻ സി മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ഓപ്ഷൻ എ ആദിത്യ L1.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം വിശ്വേശ്വര അയ്യ. അടുത്തത്, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഉദാരവൽക്കരണമുണ്ട്, സ്വകാര്യവൽക്കരണമുണ്ട്, ആഗോളവൽക്കരണമുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയമാണ്. ഓപ്ഷൻ സി സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, ഫിലിപ്പൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ 38. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന് നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. അത് ശരിയാണ്. 1947 ജനുവരിയിൽ നടന്നത്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. ശരിയാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു. തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? പൗരത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ എന്നാണ്. അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. OCI എന്നത് എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. അടുത്തത്, ഭരണഘടനയുടെ 2ാം ഭാഗത്തെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അത് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ് ഇങ്ങനെ പറഞ്ഞത്? അത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇന്ത്യൻ ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ ഭരണഘടനയുടെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. അത് ശരിയാണ്. ചില മൗലികാവകാശങ്ങൾ ഏതു വ്യക്തിക്കും ലഭിക്കും. ശരിയാണ്. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്ക് അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. ശരിയാണ്. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. അത് ശരിയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യയിൽ നിന്നിട്ടാണ്. ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നിട്ടാണ്. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. 1. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ആണ്, ഉപരാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ, പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളും കണ്ടെത്തുക. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നത് ആരുടേതാണ്? അത് നമ്മുടെ മോണ്ടസ്ക്യൂവിൻ്റേത് തന്നെയാണ്. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നത് ഹംഫ്രി ബെർക്കിലിൻ്റെ ആണ് കേട്ടോ. പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആരുടെയാണ്? ഹംഫ്രി
ബർക്കലിയുടേതാണ്. അടുത്തത് നിയമങ്ങളുടെ അന്തസത്ത എന്നത് ആരുടേതാണ്? അത് നമ്മുടെ മോണ്ടസ്ക്യൂവിൻ്റേതാണ്. നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂ. അടുത്തത് ഇന്ത്യ 2020 എന്നത് ആരുടേതാണ്? അത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണ്. അടുത്തതാണ് മൈ ട്രൂത്ത് ആരുടേതാണ്? ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ എന്നത് ഹംഫ്രി ബെർക്കിലിയും നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂ, ഇന്ത്യ 2020 APJ അബ്ദുൽ കലാം, മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ബൽവന്ത് റായി കമ്മീഷൻ 1957 ശരിയാണ്. PK തുങ്കൻ കമ്മീഷൻ 1990 അത് തെറ്റാണ്. അശോക് മേത്ത കമ്മീഷൻ 1977 ശരിയാണ്. സർക്കാരിയ കമ്മീഷൻ 1983 ശരിയാണ്. PK തുങ്കൻ കമ്മീഷൻ്റെ ഇയർ എത്രയാണ്? അത് 1988 കേട്ടോ. PK തുങ്കൻ കമ്മീഷൻ 1988. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പാണ് 370. എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 ആണ്. അതും ശരിയാണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ശരിയാണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. 2019 ജൂണിൽ ജമ്മു കാശ്മീരിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തെറ്റാണ്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ്. 10ാം പട്ടികയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത്. ബാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ തന്നെ 11ാം പട്ടിക 12ാം പട്ടിക എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. അഭയകിരണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും അവ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളതുമാണ് ഇവിടെ ചേരുംപടി ചേർക്കേണ്ടത്. അപ്പോൾ അഭയകിരണം പദ്ധതി എന്താണ്? അഥവാ വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. അടുത്തത് വിദ്യാകിരണം പദ്ധതി. വിദ്യാകിരണം പദ്ധതി എന്താണ്? വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ് വിദ്യാകിരണം പദ്ധതി. അടുത്ത താലോലം പദ്ധതി എന്താണ്? മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായമാണ് താലോലം പദ്ധതി. വിദ്യാജ്യോതി പദ്ധതി PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ധനസഹായം, അതാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് 1 C, 2 D, 3 A, 4 B എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഇവിടെ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. അല്ലേ? ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമ്മുടെ ആൻസർ ഇപ്പം എന്താണ്? ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? അപ്പം നമ്മുടെ ഈ വി വേണു IAS ചീഫ് സെക്രട്ടറി ആയിരുന്ന സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ ഈ ആൻസർ ശരിയാണ്. പക്ഷെ നിലവിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? അത് വേണു സാറിൻ്റെ ഭാര്യയായ ശാരദ മുരളീധരനാണ്. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനാണ്. അടുത്തത്, കേരള നിയമസഭ ഏകമണ്ഡല നിർമ്മാണ സഭയാണ്. അത് ശരിയാണ്. അടുത്തത്, കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. ശരിയാണ്. ADGP മനോജ് കുമാർ IPS ആണ്. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് സി ആണ്. പക്ഷേ നമ്മുടെ ആൻസർ വേണു IAS ആയിരുന്ന സമയത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് നിങ്ങൾ ഓർത്തോണം. ഇപ്പം ശാരദ മുരളീധരനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഈ പറഞ്ഞിരിക്കുന്നവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പം
ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം ഏതാണ്? ഏറ്റവും കൂടിയ അനുപാതത്തിൽ ഏതാണ് ഹരിതഗൃഹവാതകം? അത് ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്, വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ഡേവിഡ് ജൂലിയസും ആർഡെം പറ്റാപൗറ്റിയനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ ആണ്, വൈദ്യശാസ്ത്ര മേഖലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കണം. മലേറിയ എന്താണ്? അതിൽ പ്രോട്ടോസോവയാണ്. മലേറിയ വരുന്നത് പ്രോട്ടോസോവ. അതുപോലെ തന്നെ ടൈഫോയിഡ് ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലേ? ടൈഫോയിഡ് ബാക്ടീരിയ. ദെൻ അസ്കാരിയാസിസ് വിരകളാണ്. അസ്കാരിയാസിസ് എന്താണ്? വിരകളാണ്. ജലദോഷം വൈറസ്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളിൽ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്, മിഠായി പദ്ധതിയാണ്. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഒമിക്രോൺ. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ബി, സമവർത്തുള ചലനം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്റ്റിനും ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം, ക്വാണ്ടം മെക്കാനിക്സ്. ചുവടെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1. സ്റ്റീൽ ഒരു ലോഹമാണ്. 2. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 1 തെറ്റാണ്, 2 ശരിയാണ്. അപ്പം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്റ്റീൽ ഒരു ലോഹമാണെന്നുള്ളത് തെറ്റും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണെന്നുള്ളത് ശരിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ ആണ്, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈമവത് ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഹൈമവത് ഭൂവിൽ എന്നത് MP വീരേന്ദ്രകുമാറിൻ്റെ യാത്രാ വിവരണമാണ്. ഹൈമവത് ഭൂവിൽ MP വീരേന്ദ്രകുമാർ. അടുത്ത ക്വസ്റ്റ്യൻ, പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല? എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി, വയനാട് ജില്ലയിലാണ് എടക്കൽ ഗുഹ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? അത് പോർച്ചുഗീസുകാരുടെ കാലത്താണ്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? K. സച്ചിദാനന്ദൻ. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം നമുക്ക്. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലൈംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. എന്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഷീ ഹാഡ് നെവർ ബീൻ to Paris before. She exclaimed that she had never been to Paris before എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, I regret dash you that the event has been cancelled. എന്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, to tell. I regret to tell you that the event has been cancelled. അടുത്ത ക്വസ്റ്റ്യൻ, when I arrived they dash for over a honor. When I arrived they dash for over an hour. When I arrived
ദേ ഡാഷ് ഫോർ ഓവർ ആൻ അവർ. എന്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഹാഡ് ബീൻ വെയിറ്റിംഗ് എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിപ്ലോമാറ്റ്സ് എബിലിറ്റി ടു സ്പീക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് വാസ് കൺസിഡേർഡ് എ വാല്യുബിൾ ഡാഷ് ഇൻ ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻ. ഓപ്ഷൻ സി ആണ്, അസെറ്റ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. അടുത്തത്, ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ഡാഷ് ദ ക്യാൻവാസ്. ദ ആർട്ടിസ്റ്റ് പെയിൻറ്റഡ് എ ബ്യൂട്ടിഫുൾ ക്യാൻവാസ്. ഓൺ ടു ദ ക്യാൻവാസ് ആണ് കേട്ടോ. ലാൻഡ്സ്കേപ്പ് ഓൺ ടു ദ ക്യാൻവാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് ഫൈനലി ഡാഷ് ആഫ്റ്റർ വീക്ക് ഓഫ് ഡിസ്കഷൻസ് ആൻഡ് ദ വാർ ബിഗാൻ. എന്താണ്? സി ആണ്, ബ്രോക്ക് ഡൗൺ ആണ് കേട്ടോ. അടുത്തത്, ഡിറ്റക്റ്റീവ് എബിലിറ്റി ടു നോട്ടീസ് ദ ഡാഷ് ഡീറ്റെയിൽസ് ലെഡ് ടു ദ സോൾവിങ് ഓഫ് ദ കോംപ്ലക്സ് മിസ്റ്ററി. അവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെലിയൻറ്റ് എന്നുള്ളത്. The bargains between the two companions reached a dash when they failed to agree on the term of the partnership. Option B, dead end. അടുത്ത ക്വസ്റ്റ്യൻ. She showed a dash concern for the environmental issues by actively participating in tree planting campaign. അതിൻ്റെ ഉത്തരം വരുന്നത് എന്താ? ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡെസ്പൈറ്റ് ഫേസിങ് ന്യൂമറസ് ഒബ്സ്റ്റക്കിൾസ് ഷീ ഡിസ്പ്ലേഡ് റിമാർക്കബിൾ ഡാഷ് ത്രൂ ഔട്ട് ദ ചലഞ്ചിങ് പ്രോജക്റ്റ്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ടെനാസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? അധ്യാപകരാണ്. ബാക്കിയെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഈ പറഞ്ഞവയെല്ലാം അതെ. അളി അതെ. അതുപോലെ തന്നെ ഭ്രമരം, മധുപം, ഭൃംഗം ഇതെല്ലാം എന്താണ്? വണ്ടിൻ്റെ പര്യായ പദമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് അനുഗ്രഹീതൻ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പിരിച്ചെഴുതുക വിണ്ടലം. ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിൻ പ്ലസ് തലമാണ് വിണ്ടലം എന്ന് വരുന്നത്. അടുത്തത് ചേർത്തെഴുതുക കൽ പ്ലസ് മതിൽ. കൽ പ്ലസ് മതിൽ എന്താണ് ഉത്തരം വരുന്നത്? കൽ പ്ലസ് മതിൽ എന്നുള്ളതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? കന്മതിൽ. അടുത്തത്, ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമാണ് പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക ഉന്മീലനം. ഉന്മീലനത്തിൻ്റെ വിപരീത പദമാണ് ഓപ്ഷൻ ബി, നിമീലനം. അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റ പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഓപ്ഷൻ എ, ജിജ്ഞാസു. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളവും ഇംഗ്ലീഷും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കേൾക്കുക. കേട്ട് നിങ്ങളതിൻ്റെ ഉത്തരം മനസ്സിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കട്ടെ. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെഷനുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.